ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, നമ്മൾ കാണാൻ പോകുന്നത് വണ്ടർഫോൾസ് എന്നൊരു കൊറിയൻ സീരീസിൻ്റെ എപ്പിസോഡ് 1 ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്ന ചാനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇരുന്ന് വെജിറ്റബിൾസ് അരിയുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്. ഇത് കണ്ട നമ്മളെ ചാനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഡോക്ടറിന് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് പറയുകയാണ്, നിനക്ക് മാരകമായിട്ടൊരു അസുഖമുണ്ട്, നീ അധികകാലം ജീവിക്കത്തില്ല നമ്മളോട് പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ ചാനിയും വിഷമിച്ച് റോഡിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു സ്ത്രീ ദൈവത്തിൻ്റെ വാചനങ്ങളെല്ലാം പ്രചരിച്ചുകൊണ്ട് നടക്കുക. ഇപ്പം നമ്മുടെ ചാനിയെ കണ്ട ഉടനെ തന്നെ അവളോട് പറയുകയാണ്, 1999 ലോകം അവസാനിക്കാൻ പോവുകയാണ്, പക്ഷേ നീ പേടിക്കേണ്ട, നിന്നെ ദൈവം രക്ഷിക്കുമെന്ന് അവളോട് പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ ചാനിയും അവരുടെ ദേഷിച്ച് പറയുകയാണ്, എനിക്കും ലോകം അവസാനിക്കുന്ന കാണണം, അതുവരെ എനിക്കും ജീവിച്ചിരിക്കണമെന്ന് അവരുടെ അടുത്ത് വഴക്കിടുകയാണ്. എന്നിട്ട് അവൾ ഒരു കാലത്ത് പോയി ഇരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു കുട്ടി വരികയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ചേച്ചി ഇതണക്കുള്ള വയലറ്റ് ക്യാൻഡി കഴിച്ചിട്ടുണ്ടോ എന്ന്. ഇത് കേട്ട ചാനിയും ആ ഒരു ചെറുക്കൻ്റെ ക്യാൻഡി എടുത്ത് തട്ടിപ്പറിച്ച് കഴിച്ചിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ കഴിച്ചെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. ആ ഒരു കുട്ടി കരയുന്നുണ്ട്. ലീ എന്ന് പറഞ്ഞ ഒരാൾ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവന് വേറൊരു ലോലിപ്പോപ്പ് കൊടുക്കുകയാണ്. ഇപ്പം ലിയുടെ ഒരു സഹപാഠി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, അവളുടെ അടുത്ത് മിണ്ടാൻ നിൽക്കില്ല, അവൾക്ക് പ്രാന്താന്ന് പറയുകയാണ്. ആ ഒരു രാത്രി ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും ആക്രി പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ അവിടെ ഒരു സൈക്കിൾ കാണുകയാണ്. ആ ഒരു സൈക്കിളും ഒരു മണ്ണിനടി പൊതഞ്ഞെടുക്കുന്ന കണ്ട അയാൾ അത് എടുക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സൈക്കിൾ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അയാളുടെ ശക്തിയെല്ലാം ഉപയോഗിച്ച് ആ ഒരു സൈക്കിൾ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ബാലൻസ് തെറ്റി അയാൾ ഒരു ചെളിക്കകത്ത് വീരുകയാണ്. ആ ഒരു ചെളിക്കകത്ത് എന്തോ വേറൊരു തരം ഫ്ലൂയിഡും വരുന്നുണ്ടായിരുന്നു. അത് അയാളുടെ ദേഹത്ത് തൊട്ടിയ ഉടനെ തന്നെ അയാളുടെ ദേഹത്ത് എന്തൊക്കെ പ്രത്യേകം മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അയാളുടെ ചെവി തൊട്ടപ്പോഴേക്കും അയാളുടെ ചെവിയാളുടെ കൈ പറഞ്ഞു വരികയാണ്. അങ്ങനെ അയാൾ ആ ഒരു വെള്ളത്തിൽ തന്നെ വീഴുകയാണ് ഗൈസ്. ഇതിൻ്റെ പിറ്റേ ദിവസം ഇയാളെ കാണുന്നില്ലെന്ന് പറഞ്ഞു പോങ്പാൽ എന്നൊരാൾ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഇയാളെ മാത്രമല്ല ഇത് കണക്ക് ഒത്തിരി ആൾക്കാരെ മിസ്സിംഗ് ആണെന്ന് പറയുകയാണ്. ആ ഒരു സമയത്തേക്ക് അവിടുത്തെ ഓഫീസിലേക്ക് സൺ എന്ന് പറഞ്ഞ ഒരാൾ വരികയാണ്. ഇയാളെ കണ്ട ഉടനെ തന്നെ അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാം ഞെട്ടിക്കുകയാണ്. എന്നിട്ട് അതിലൊരു ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീ എടുത്തോട്ട് ഓടി പോവുകയാണ്. എന്നിട്ട് ലീ എടുത്ത് പറയുകയാണ്, ഇയാൾ പ്രത്യേക ഒരു ടൈപ്പാണ്, ഇയാൾ എന്നും ഇതണക്ക് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട ലീ ഇപ്പോൾ സണ്ണിനെ വിളിക്കുകയാണ്. എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് അടുത്ത് ചോദിക്കുകയാണ്. സണ്ണു ഇപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഒരു സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അടുത്ത് പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ ലീയും പറയുകയാണ്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നും അതിൻ്റെ ഓണേഴ്സ് ഒന്ന് കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ എന്നും അടുത്ത് പറയുകയാണ്. ഇപ്പം നമ്മുടെ ലീയും വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് പോങ്പാൽ വരികയാണ്. എന്നിട്ട് നമ്മുടെ ലീ എടുത്ത് പറയുകയാണ്, ഈ ഒരു സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലമെന്നും ഇവിടെ 20 വർഷമായിട്ട് ഒത്തിരി ആൾക്കാരെ കാണാനില്ലെന്നും അടുത്ത് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ലീ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് അയാൾ പോവുകയാണ്. അങ്ങനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴേക്കും അവിടേക്ക് ഒരു സ്ത്രീയും ഒത്തിരി ആൾക്കാരും വരികയാണ്. എന്നിട്ട് അയാളടുത്ത് പറയുകയാണ്, നിങ്ങളെ ദൈവം രക്ഷിക്കുമെന്നും പറഞ്ഞ് ഒരു കാർഡ് അയാളുടെ കൊടുക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ പോങ്പാലും എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞ് ദേഷിച്ച് ആ ഒരു കാർഡ് ചുരുട്ടിക്കുട്ടി കളയുകയാണ്. പെട്ടെന്ന് ആ ഒരു കാർഡ് അന്തരീക്ഷത്തിൽ പൊങ്ങുകയാണ്. അതുമാത്രമല്ല അത് അവിടെയുള്ള സാധനങ്ങളും ഇങ്ങനെ എയറിൽ പൊങ്ങി നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് നമ്മുടെ പോങ്പാലും ഷോക്കായി നിൽക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് അത് തറയിലോട്ട് പതിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ ചാനി അവളുടെ മുത്തശ്ശി എടുത്ത് പൈസ ചോദിക്കുകയാണ്. ഇത് കേട്ട മുത്തശ്ശിയും തരാൻ പറ്റത്തില്ല നമ്മളോട് പറയുകയാണ്. ദേഷിച്ച് നമ്മുടെ ചാനി മുറിയിലോട്ട് പോയിട്ട് എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സ്ഥലമെങ്കിലും കാണണമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവളുടെ സേവിങ്സ് എല്ലാം എടുത്ത് ആരും കാണാതെ പുറകിലൂടെ പോകാനായി ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് അവളുടെ ഫ്രണ്ടായ കാങ് റോബിൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നെന്ന്. ഇത് കേട്ട ചാനിയും പറയുകയാണ്, ഞാനൊരു ട്രിപ്പിന് പോകുന്നെന്ന്. ഇത് കേട്ട കാങ്ങും അവളോട് ചോദിക്കുകയാണ്, അതിനുള്ള പൈസ നിനക്കുണ്ടോയെന്ന്. ചാനിയും പറയുകയാണ്, എൻ്റെ 50 മില്യൺ ഉണ്ടെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകുകയാണ്. ഇപ്പം നമ്മുടെ ചാനിയും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. ആ ഒരു സമയത്തേക്ക് അവിടേക്ക് ലീയും വരുന്നുണ്ടായിരുന്നു. ലീ ഇപ്പോൾ അറിയാതെ നമ്മുടെ ചാനിയെ തട്ടുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ചാനി ആദ്യമായിട്ട് ലീയെ കാണുന്നത്. ചാനി ഇപ്പോൾ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും അവളുടെ ബാഗിൻ്റെ വീല് പൊട്ടിപ്പോവുകയാണ്. അവൾ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ബാഗ് വെച്ച് അവൾക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു സമയത്ത് അവൾ അവിടെ ബോങ് പാലിൻ്റെ ട്രോളി കാണുകയാണ്. ഇപ്പോൾ അവൾ ട്രോളിയിൽ അവളുടെ ബാഗ് എടുത്ത് വെക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ ലീ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ഇത് ബോങ് പാലിൻ്റെ ട്രോളിയല്ലേ, ഇത് നീ എന്ത് മോഷ്ടിക്കുകയാണോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ചാനിയും ദേഷിച്ച് ആ ഒരു ബാഗ് വെച്ച് വലിച്ചടച്ചുകൊണ്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ലീ അവളുടെ ബാഗിൽ എന്തോ നരച്ച മുടികൾ വെളിയിൽ കിടക്കുന്നതൊക്കെ കാണുകയാണ്. പെട്ടെന്ന് നമ്മുടെ ലീ അവളുടെ ബാഗ് കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഒരു ബാഗിൽ എന്താണെന്ന് എനിക്ക് കാണണമെന്ന് അവളോട് പറയുകയാണ്. ബാഗ് തുറക്കാൻ പറഞ്ഞിട്ടും ചാനി തുറക്കുന്നില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരും ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു ബാഗിൻ്റെ സിബ് തുറന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം മുകളിലോട്ട് പോവുകയാണ്. പെട്ടെന്ന് ആ ഒരു ബാഗിലുണ്ടായിരുന്ന ഒരു കത്തി അവളുടെ തലയെ കുത്താൻ പോകുന്ന കണ്ട നമ്മുടെ ലീ അവളെ പെട്ടെന്ന് അവളുടെ അടുത്തോട്ട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബാഗിനകത്ത് വേറെ സാധനങ്ങളൊന്നും ഇല്ലെന്ന് കണ്ട നമ്മുടെ ലീയും അവളുടെ ടെഡി ബെയർ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും നമ്മുടെ ചാനി ആ ഒരു ടെഡി ബെയർ വെച്ച് നമ്മുടെ ലീയുടെ മുഖത്ത് നോക്കി ഒരു അടി കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ലീയും ആ ഒരു സാധനങ്ങളെല്ലാം അവളുടെ ബാഗിൽ പറക്കി വെച്ചിട്ട് അവളുടെ സോറിയും പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഇപ്പം നമ്മുടെ ചാനി അവിടെ അവളുടെ മുത്തശ്ശി വിളിക്കുകയാണ്. എന്നിട്ട് ചാനിയും അവളുടെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന്. ഇത് കേട്ട് അവളുടെ മുത്തശ്ശിയും പറയുകയാണ്, എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ നമ്മുടെ ചാനിയും വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ
സൺ കാങ്റോബിൻ്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ ഇപ്പോൾ അവർ തമ്മിൽ പൈസ ഇല്ലാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തേക്ക് അവിടേക്ക് ചാനിയും വരികയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന്. അവരും പറയുകയാണ് എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ചാനിയും പറയുകയാണ്, എന്നെ നിങ്ങൾ കെട്ടിയിട്ടിട്ട് വീഡിയോ എടുത്ത് അതെൻ്റെ മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് 50 മില്യൺ തന്നാലേ എന്നെ വിടത്തോളെന്നും പറയണമെന്നും പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ സണ്ണും കാങ്റോബിനും സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചാനിയെ കെട്ടിയിട്ടിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവർ ആ ഒരു വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചാനിയുടെ ഹാർട്ട് ബീറ്റ് ഇടിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് നമ്മുടെ ചാനിയും അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ അവർ ആ ഒരു വീഡിയോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ചാനി മരിച്ച് കിടക്കുകയാണ്. ഇത് കണ്ട് അവരും അവളെ എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾ എണീക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവരും ഇത് കണ്ട് ഷോക്കായിട്ട് നമ്മളെ പോലീസ് പിടിക്കുമെന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ലീ ഇപ്പോൾ പോങ്പാല് പറഞ്ഞ കേസ് ഫയൽ തുറന്നു നോക്കുകയാണ്. അതിലും ഇപ്പം മരിച്ചവരുടെ ഡീറ്റെയിൽസ് എല്ലാം കാണുകയാണ്. അങ്ങനെ നമ്മുടെ ലീയും പേജ് മറിച്ച് നോക്കുമ്പോഴേക്കും ആ ഒരു ഫയലിൽ നമ്മുടെ പോങ്പാലിൻ്റെ പഴയ ഫോട്ടോ കാണുകയാണ്. അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ പോങ്പാൽ എണീച്ച് നോക്കുമ്പോഴേക്കും അവൻ ഒരു ജയിലിനുള്ളിലായിട്ട് കിടക്കുകയാണ്. ആ ഒരു ജയിലിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി ആൾക്കാർ മൃതദേഹവും അവൻ കാണുകയാണ്. ഇപ്പം നമ്മുടെ സണ്ണും കാങ്റോബിനോട് പറയുകയാണ്, പെട്ടെന്ന് നമുക്ക് ഇവളെ എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്ന്. ഇത് കേട്ട് നമ്മുടെ കാങ്റോബിനും പറയുകയാണ്, അതൊന്നും വേണ്ട, നമുക്ക് ഇവളെ എങ്ങനെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. സണ്ണും പറയുകയാണ്, നമ്മളെ പോലീസ് പിടിക്കും, അതിനു മുമ്പ് നമുക്ക് താൽക്കാലികമായിട്ട് അവളെ ഒരു സ്ഥലത്ത് കൊണ്ട് കളയാമെന്ന് പറയുകയാണ്. സണ്ണും കാങ്റോബിനും കൂടി ഇപ്പം നമ്മുടെ ചാനിയുടെ ബോഡിയും കൊണ്ട് ആ ഒരു ഗാർബേജിൻ്റെ സൈഡിലോട്ട് ചെല്ലുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ ലീയും വരികയാണ്. ഇത് കണ്ട നമ്മുടെ സണ്ണും കാങ്റോബിനും ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ സണ്ണും ലീയോട് ചോദിക്കുകയാണ്, സാർ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന്. ഇപ്പം നമ്മുടെ ലീയും പറയുകയാണ്, നിങ്ങളല്ലേ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ അന്വേഷിക്കുന്നില്ലെന്ന്. അങ്ങനെ അന്വേഷിക്കാൻ വന്നതാണ് നമ്മുടെ സണ്ണിനോട് പറയുകയാണ്. ഇപ്പം നമ്മുടെ കാങ്റോബിൻ്റെ ടെൻഷൻ കണ്ട് നമ്മുടെ ലീക്ക് എന്തൊക്കെ സംശയം തോന്നുകയാണ്. ലീ ഇപ്പോൾ അവരടുത്തോട്ട് ചെല്ലുകയാണ്. ഇത് കണ്ട് നമ്മുടെ സണ്ണും കാങ് കൂടെ പുറകോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ചാനി കിടന്നിരുന്ന വണ്ടിയിൽ അവർ അറിയാതെ തട്ടി ആ ഒരു വണ്ടി ഇപ്പോൾ ആ ഒരു ചെളിക്കകത്ത് വീരുകയാണ്. ഇത് കണ്ട് നമ്മുടെ ലീയും ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ പോകുന്ന കണ്ട നമ്മുടെ സണ്ണും കാങ് കൂടെ അവിടേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ അവരും ആ ഒരു ചെളിക്കകത്ത് വീഴുകയാണ്. ഇപ്പം നമ്മുടെ ലീയും ഇപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഇത് ചാനി ഇല്ലയോ എന്ന്. ഇത് കേട്ട നമ്മുടെ സണ്ണും കാങ് കൂടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ലീ എടുത്ത് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ ചാനി അവിടെ നിന്ന് കാണാനില്ല. ഇത് കണ്ട നമ്മുടെ ലീ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്, അതാരാണെന്ന് അവരോട് ചോദിക്കുകയാണ്. അവരും പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലയോ എന്ന് ലീ എടുത്ത് പറയുകയാണ്. ലീക്ക് ഇതൊന്നും വിശ്വാസമാകാതെ ലീ പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയാണ്. പോലീസും അവിടേക്ക് വന്ന് നമ്മുടെ സണ്ണിനെയും കാങ്ങിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ലീ എടുത്ത് ചെന്നിട്ട് നിങ്ങൾ ആരുടെ ബോഡിയാണ് കണ്ടതെന്ന് ലീ എടുത്ത് ചോദിക്കുകയാണ്. ലീയും പറയുകയാണ് ചാനിയാണെന്ന്. ഇത് കേട്ട പോലീസുകാരും പറയുകയാണ്, അതോ അത് നിൽക്കുന്ന ചാനി അല്ലയോ എന്ന് ഇപ്പോൾ നമ്മുടെ ലീ എടുത്ത് ചോദിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ലീയും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ ചാനി ജീവനോടെ നിൽക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ സണ്ണും കാങ് കൂടെ ബോധം കിട്ട അവിടെ തന്നെ വീഴുകയാണ്. അതോടുകൂടി ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ് ഗൈസ്.